ശരിയാണ്, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ശ്രീ സി കെ ഷാക്കിർ, LDF-നും CPM-നും ഈ ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുത്തത് നിങ്ങളാണ്. രാഷ്ട്രീയ പോരാട്ടത്തിന് നിങ്ങൾ വെല്ലുവിളിച്ചു, അവരത് സ്വീകരിച്ചുവെങ്കിൽ അതിനുള്ള രാഷ്ട്രീയ അന്തരീക്ഷവും നിങ്ങളാണ് ഉണ്ടാക്കി കൊടുത്തത്. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം ഇതുവരെ കടലടങ്ങിയിട്ടില്ല UDF-ൽ. ഇപ്പോഴും അടിയന്തരമായിട്ട് UDF യോഗം ചേരുകയാണല്ലോ. എന്തിനു വേണ്ടി? ഒരു വ്യക്തിക്ക് വേണ്ടി, അൻവർ എന്നയാൾക്ക് വേണ്ടി. ഇപ്പോഴും UDF ഭയക്കുകയാണ്, അൻവർ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റുകയില്ലല്ലോ എന്നോർത്ത്. LDF തുറന്നു പറയുകയാണ്, CPM തുറന്നു പറയുകയാണ്, ആ അന്തരീക്ഷം ഞങ്ങൾ മുതലെടുക്കുകയാണ്, അത് സ്വാഭാവികമാണല്ലോ എന്ന്. അത് ഉണ്ടാക്കി കൊടുത്തത് നിങ്ങളാണ്. എന്നോടാണോ? അതെ ഷാക്കിർ. അതായത് ഇതിൽ കോമഡി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സുഹൃത്ത് DTP മുസ്തഫ വെറുതെ ബഹളം വെക്കുകയാണ്. അദ്ദേഹത്തിന് ഇപ്പൊ നമ്മളൊക്കെ ഇവരെ വെല്ലുവിളിച്ചു രാഷ്ട്രീയ പോരാട്ടം നടത്താൻ. അപ്പോഴൊക്കെ ഇവര് പരമാവധി പൊതുസമ്മതത്തെ തപ്പി നടന്നു. ഒരാളെയും കിട്ടിയില്ല, ഒരാൾ മത്സരിക്കാൻ തയ്യാറില്ല. വെറുതെ മാനം കെടാൻ ഒരു മനുഷ്യന് താല്പര്യം ഉണ്ടാവില്ലല്ലോ. അങ്ങനെയാണ് നമ്മൾ മുകേഷിന്റെ ഒരു സിനിമയിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഉന്തി വിടുന്നത് മത്സരിക്കാൻ വേണ്ടി, അല്ലേ? അതേപോലെ ഈ സ്വരാജിനെ ഇപ്പൊ പ്രാദേശിക DYFIയുടെ SFIയുടെ സോഷ്യൽ മീഡിയയിലെ UDF-കാരുടെ ഒക്കെ പരിഹാസ്യം കാരണം തള്ളി വിട്ടിരിക്കുകയാണ്. നമുക്ക് കാണാം 23-ാം തീയതി തൃപ്പൂണിത്തുറ ഇവിടെ ആവർത്തിക്കും. നമ്മൾ പറയുന്നത് രാഷ്ട്രീയ പോരാട്ടം നടക്കട്ടെ. രാഷ്ട്രീയ പോരാട്ടം നടക്കുമ്പോൾ വികസനം ചർച്ചയാവട്ടെ. പ്രാദേശിക വികസനങ്ങൾ നോക്ക്. 2000 അല്ലല്ല, അതിൽ മറ്റൊരു കാര്യമുണ്ട്. ഉന്തിവിടുന്നുവെന്ന് പറയുമ്പോൾ അല്ലല്ല, പൊതുസ്വതന്ത്രനെ കണ്ടെത്തുവാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അല്ലല്ല, LDF നോക്കിയ പൊതുസ്വതന്ത്രരൊക്കെ മത്സരിക്കുവാൻ അവർ തയ്യാറായിരുന്നു, അല്ലാതെ തയ്യാറല്ലാതെ മാറി നിൽക്കുകയായിരുന്നില്ല. പക്ഷെ അവിടെ മറ്റൊരു രീതിയിലേക്ക് രാഷ്ട്രീയം വളർന്നു വന്നു. നിലമ്പൂരിൽ അവിടെ ലീഗ് കോൺഗ്രസും ശ്രമിച്ചിട്ടും അൻവറിനെ ഒപ്പം നിർത്തുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിനുവേണ്ടി പാടുപെടുകയാണ്. അതാണ് നിലമ്പൂരിൽ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ. അല്ലല്ല, അതിന്റെ അഡ്വാൻറ്റേജ് ഉപയോഗപ്പെടുത്തുന്നത് LDF ആണ്, CPM ആണ്. അതുകൊണ്ടാണ് അവർ പൊതുസ്വതന്ത്രൻ വേണ്ട, പാർട്ടി ചിഹ്നത്തിൽ ആള് മതി എന്ന് തീരുമാനിച്ചത്. അതുകൊണ്ടാണ് CPM സമ്മതിക്കുന്നുണ്ട്. എനിക്ക് തോന്നിയിരുന്നില്ല സമ്മതിക്കുമെന്ന്, പക്ഷെ അത് സമ്മതിച്ചു കഴിഞ്ഞു. അല്ല, ഒരു മിനിറ്റ്. പ്രാദേശിക CPM-ന്റെയും DYFIയുടെയും സമ്മർദ്ദം കാരണമാണ് ഇവർക്ക് ഇങ്ങനെ സ്വരാജ്യം ഇറക്കേണ്ടി വന്നിട്ടുള്ളത്. ഞങ്ങൾ അതിന് സ്വാഗതം ചെയ്യുന്നു. കാര്യം തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ചർച്ചയാണ് വേണ്ടത്, വികസന ചർച്ചയാണ്. ഞാൻ ഒരു മിനിറ്റ് എന്നെ ഒന്ന് പറയാൻ സമ്മതിക്കും. നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ പിണറായി വിജയൻ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ, നിലമ്പൂരിലെ ഈ 9 വർഷക്കാലത്ത് ഇവരുടെ പ്രവർത്തനങ്ങൾ രണ്ടും ചർച്ചയാവട്ടെ. ആ ചർച്ചയാകുമ്പോൾ പ്രാദേശികമായി 2016-ൽ LDF പ്രകടന പത്രികയിൽ വെച്ചിട്ടുള്ളത് പ്രധാനപ്പെട്ടത് ഒന്ന് നിലമ്പൂരിലെ ബൈപ്പാസ് ആയിരുന്നു. എവിടെയാണ് നിലമ്പൂരിലെ ബൈപ്പാസ്? 9 കൊല്ലമായി വന്നിട്ടുണ്ടോ? അതാണ് അവിടുത്തെ പ്രധാന ചർച്ച. ഇവർ കോടിക്കണക്കിന് രൂപയുണ്ട് എന്ന് ബഡ്ജറ്റിൽ വകയിരുത്തി ഫ്ലക്സ് വെച്ച് 1000 കോടിയിലധികം കടന്നു എന്നല്ലാതെ ആ പ്രവൃത്തി തുടങ്ങാനോ അത് പിന്നെ പ്രാവർത്തികമാക്കാനോ ഇവർ സാധിച്ചില്ല. മാത്രവുമല്ല, നമ്മുടെ UDF-ന്റെ ഭരണകാലത്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഗവൺമെന്റ് കോളേജ് ഉണ്ട്. കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ഗവൺമെന്റ് കോളേജ് അനുവദിച്ചു PK അബ്ദുറബ്ബ്. ആ ഗവൺമെന്റ് കോളേജുകൾ എന്റെ കൊണ്ടോട്ടിയിൽ ഉൾപ്പെടെ ഗവൺമെന്റ് കോളേജ് ഭൂമിയായി, കെട്ടിടമായി, NAC അക്രഡിറ്റേഷനായി. എന്നാൽ നിലമ്പൂരിൽ നിങ്ങൾ നോക്ക്, ഈ പിണറായി വിജയന്റെ സർക്കാർ ഭരിക്കുന്ന സമയത്ത് പോലും ഇത്ര കൊല്ലമായിട്ടും ഭൂമി വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല, ബിൽഡിംഗ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഓരോന്നെടുത്തോ നിങ്ങൾ നോക്കുന്നത് പോലെ നിലമ്പൂരിൽ രാജിവെച്ച MLA-ക്ക് അതിന് ഉത്തരവാദിത്വമുണ്ടോ ഇല്ലയോ PV അൻവറിന്? നിലമ്പൂരിലെ MLA പരാജയമായിരുന്നു. സംശയം എന്താണ്? ഇടതുപക്ഷ MLA അൻവർ പരാജയമായിരുന്നു. ഞാൻ എത്ര തവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ പരാജയത്തിൽ ഇവരാണെന്ന് പറഞ്ഞത് 2016-ൽ അവിടെ പിന്നെ ബൈപ്പാസ് കൊണ്ടുവരും, ഗവൺമെന്റ് കോളേജിന് കെട്ടിടവും സ്ഥലവും അനുവദിക്കും. അതൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഏറ്റെടുക്കുമെന്ന് പറഞ്ഞ് നടന്നിട്ടില്ലല്ലോ. KSRTC ഡിപ്പോ അതേപോലെ കിടക്കില്ലേ? വന്യജീവി ആക്രമണം ജനങ്ങളെ ബാധിക്കുന്ന വിഷയത്തിൽ ഇവർ എന്താണ് ചെയ്തത്? കവളപ്പാറ ദുരന്തവുമായി ബന്ധപ്പെട്ട് പുനരധിവാസം എന്ത് സംഭവിച്ചു? ചർച്ച ചെയ്യട്ടെ, നമുക്ക് ചർച്ച ചെയ്യാം അടുത്ത ദിവസങ്ങളിൽ. തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയവും വികസനവും ചർച്ചയാവട്ടെ. കേരളത്തിൽ പിണറായി വിജയന്റെ ഗവൺമെന്റ് നടത്തുന്ന ദുർഭരണവും നിലമ്പൂരിൽ ഇവർ നടത്തിയിട്ടുള്ള വികസന വിരുദ്ധ നിലപാടുകളും അത് ചർച്ചയാവാൻ ഞങ്ങൾ ഇവരെ വെല്ലുവിളിക്കുകയാണ്. ആ തെളി തന്നെയാണ് ഞങ്ങൾ വെച്ചിട്ടുള്ളത്. പക്ഷെ താങ്കൾ ഇപ്പോൾ തള്ളിപ്പറഞ്ഞ ആ MLA ഉണ്ടല്ലോ, ആ മുൻ MLA അൻവർ, അദ്ദേഹത്തെ കൂടെ കൂട്ടുവാൻ ഇപ്പോൾ ശ്രമിക്കുന്നത് താങ്കളുടെ പാർട്ടിയാണ്, മുസ്ലിം ലീഗാണ്. അല്ല, നിങ്ങൾ നോക്കി, ഞങ്ങൾ LDF-ന്റെ MLA അല്ല കൂടെ കൂട്ടുന്നത്. പിണറായി വിജയനെ പ്രതികരിച്ച് സത്യസന്ധമായി ഈ പിണറായി വിജയനെ വിലയിരുത്തി പുറത്തു വന്നിട്ടുള്ള അൻവറിനെ പോലെയുള്ള ആളുകളെ UDF സ്വീകരിക്കും. അതിലെന്താ സംശയം? വികസനം ചർച്ച ചെയ്യുമ്പോൾ വരും ഈ അൻവറിന്റെ കാര്യം അവിടെ നിങ്ങൾക്ക് തന്നെ തള്ളിപ്പറയേണ്ടി വരും. തെരഞ്ഞെടുപ്പ് കാലത്ത് ജനാധിപത്യ സംവിധാനം ആര് വോട്ട് ചെയ്യാൻ തയ്യാറായാലും അവരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യില്ലേ? അതിനെന്താ കുഴപ്പം? വല്ല പോരായ്മയുണ്ടോ? ഇവരാരെ മോശക്കാരാണോ?
പിണറായി വിജയനെ പിന്നെ നിരന്തരമായി വിമർശിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭരണപരാജയം തുറന്നു പറഞ്ഞുകൊണ്ട് ഒരു LDF MLA രാജിവെച്ച് പുറത്തു വന്നു. അദ്ദേഹം CPM-നോട് വിടുചൊല്ലി വന്നതല്ലേ? ശരി, ശ്രീ മോഹൻ വർഗീസ്, ഇപ്പോൾ VPP മുസ്തഫ ആ കാര്യം പറഞ്ഞു കഴിഞ്ഞു. അൻവർ എന്നുള്ള ആ രാഷ്ട്രീയ വെല്ലുവിളി അവിടെ ഇപ്പോൾ UDF നേരിടുന്നുണ്ട്. അത് കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് തയ്യാറായിരിക്കുന്നത് എന്ന്. അപ്പോൾ ഇവിടെ ചുരുക്കത്തിൽ